എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപക്ഷെ പുതുതായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിനും ഓഡിയോസ് മിക്സ് ചെയ്യുന്നതിനുമെല്ലാം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ മികച്ച ക്വാളിറ്റിയോടുകൂടി എങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷോട്ട് എന്ന ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസിനെ നിങ്ങൾക്ക് വീഡിയോ ആയി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ വീഡിയോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ആവശ്യമായ വീഡിയോസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ആ വീഡിയോസ് ഇവിടെ ലോഡായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആവശ്യമായ അത്രയും ഭാഗം ട്രിം ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ട്രിം ടൂൾ ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമായത്ര ലെങ്ത്തിൽ അവ ട്രിം ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരേ വീഡിയോയുടെ തന്നെ വ്യത്യസ്ത ഭാഗങ്ങൾ ആവശ്യമാണെങ്കിൽ കട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ നാം രണ്ടാമത് ആഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോയും ഇവിടെ നിന്നും സെലക്ട് ചെയ്യാൻ കഴിയും. അതും അതുപോലെ തന്നെ ട്രിം ചെയ്യാം. ഞാനിപ്പോൾ അത് ട്രിം ചെയ്തെടുത്തിരിക്കുന്നു. ഇനി നാം ചെയ്യേണ്ടത് യൂട്യൂബിലേക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനാവശ്യമായ ഫ്രെയിം സൈസ് സെലക്ട് ചെയ്യുക എന്നതാണ്. അതിനായി ക്യാൻവാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മുകളിലായി റേഷ്യോ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നാലാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഫ്രെയിം റേഷ്യോ കാണാം, 16:9. അത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഫിൽട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത തരം ഫിൽറ്റേഴ്സ് കാണാൻ കഴിയും. ഞാനിവിടെ ഒരു ഫിൽട്ടർ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇതിനോടടുത്തായി കാണുന്ന എഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരം എഫക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഞാനൊരു എഫക്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, സ്നോ എന്ന എഫക്ട്സ് സെലക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എഫക്ട്സിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി മ്യൂസിക് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ട്രാക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിതുപോലെ ഫീച്ചേർഡ് എന്നതിന് താഴെയായി ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓൾറെഡിയുള്ള മ്യൂസിക് ഉപയോഗിക്കാൻ കഴിയും. അതുമല്ലെങ്കിൽ മൈ മ്യൂസിക് എന്നത് സെലക്ട് ചെയ്താൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന മ്യൂസിക് നിങ്ങൾക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാൻ കഴിയും. ഞാനിവിടെ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം യൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ വീഡിയോസിനോടൊപ്പം ആ ഒരു മ്യൂസിക് ട്രാക്കും ആഡായിരിക്കുന്നു. ഇവിടെ മുകളിലായി എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എന്നതുപയോഗിച്ചുകൊണ്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ശബ്ദം ഫെയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനൊരു ടൈറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അതിനായി ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കാൻ കഴിയും. ഞാനിവിടെ എൻ്റെ ചാനലിൻ്റെ നെയിം കൊടുക്കുന്നു.
ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ലേഔട്ട് മാറ്റാൻ കഴിയും. ഞാനിവിടെ ലേഔട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ നിങ്ങൾക്കിതുപോലെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനോ ഡിക്രീസ് ചെയ്യുന്നതിനോ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കളർ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു കളർ സെലക്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിന് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ എൻ്റെ ആനിമേഷൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് വീഡിയോയുടെ ഏത് ഭാഗത്ത് വരണമെന്നത് താഴെ സെലക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ ഒരു ടെക്സ്റ്റ് വരുന്നതായി കാണാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിലേക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് കാണാം. അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു സ്റ്റിക്കറും നിങ്ങൾക്കിതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് സാധിക്കും. കൂടാതെ ഇതും നമുക്ക് ഏത് ഭാഗത്ത് പ്ലേ ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി അടുത്തതായി നിങ്ങളുടെ വീഡിയോസിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ സ്ലോ മോഷൻ ആക്കുകയോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ സ്ലോ മോഷൻ ആക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിനൊരു ബാക്ക്ഗ്രൗണ്ട് നൽകണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഒരു പിക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ടായി നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രോപ്പ് എന്നത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോയുടെ ഏത് ഭാഗമാണ് പ്ലേ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ടൂൾ ഉപയോഗിക്കാൻ സാധിക്കും. അതിനെ തുടർന്ന് വരുന്ന ഫ്ലിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിതുപോലെ വീഡിയോസ് ഫ്ലിപ്പ് ചെയ്യുന്നതിന് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സേവ് ചെയ്തെടുക്കുന്നതിനായി മുകളിൽ കാണുന്ന സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓപ്ഷനായ 1080p എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഈ ഒരു പ്രോസസ്സ് 100% ആയി കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോസ് ലഭിക്കുന്നതിന് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.